ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 21 അധ്യായം 6 ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു, എൻ്റെ ദേഹത്തിന് വിറയൽ പിടിക്കുന്നു എന്നോർപ്പിക്കുന്ന ഒരു വചനമാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ താൻ കടന്നു വന്ന വഴികളും താൻ എത്തി നിൽക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ തന്നെ ആഴമായി ഭയപ്പെടുത്തുന്ന, തനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത തലത്തിലുള്ള മാനസിക സംഘർഷാവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്ന് തൻ്റെ വാക്കുകളിൽ വ്യക്തമാക്കുകയാണ്. ഇസ്രായേൽ മക്കളെ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവർ പുറപ്പെട്ട സമയം മുതൽ അവരുടെ പിതാക്കന്മാരുടെ അവകാശ ഭൂമിയിലേക്ക് അവർ വന്നെത്തുന്നതായ സമയം വരെ അവർ നടന്നു നീങ്ങിയതായ വഴികളും അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചതായ പ്രതിസന്ധികളുമൊക്കെ ഓർത്താൽ അതവരെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അടിമത്വത്തിൻ്റെ ആഴങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ തന്നെ ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും എന്ന് പറയുവാൻ കഴിയുന്ന യാതൊരു സാധ്യതകളും അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. പുറപ്പെട്ട ജനവും വഴിത്താരിയിൽ അനുഭവിച്ചതായ പ്രതികൂലങ്ങൾ, ഫറവോനും തൻ്റെ സൈന്യവുമൊക്കെ അവരുടെ പിന്നാലെ കടന്നു വന്ന് അവരുടെ കയ്യെത്തും ദൂരത്തെത്തി നിൽക്കുന്നത് പോലെ അവർ വന്നു നിൽക്കുമ്പോൾ മുമ്പിൽ ആർത്തിരമ്പുന്ന ചെങ്കടൽ കണ്ടിട്ട് ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് ചിന്തിക്കപ്പെട്ട അവസ്ഥകളും സാഹചര്യങ്ങളുമൊക്കെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ അത്ഭുതത്തിൻ്റെ വഴികളെ തുറന്നുകൊടുത്ത് ചെങ്കടലിനെ വറ്റിച്ച് അതിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടി നടക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ നടത്തി അവരെ കൊണ്ടുവന്ന വഴികളുണ്ട്. യെരിഹോ മതിൽ അവരുടെ മുമ്പിൽ മറികടക്കുവാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ഉയർന്നു നിന്ന സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ഓർത്താൽ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്, അതിനെ മറികടന്നത് എന്ന് പറയാൻ കഴിയാത്തതുപോലെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓർമ്മകൾ മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇയ്യോബും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ കടന്നു വന്ന വഴിയും ഞാൻ വന്നു നിൽക്കുന്ന സ്ഥിതിയും ഓർത്തു നോക്കിയാൽ എനിക്ക് ഭയം വരികയാണ്, എനിക്ക് വിറയൽ വരികയാണ് എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിച്ച മാനസിക സംഘർഷാവസ്ഥകൾ, രോഗത്തിൻ്റെ കെടുതികൾ, കേട്ടതായ വാക്കുകൾ, അനുഭവിച്ചതായ അനുഭവങ്ങൾ, അതൊക്കെ ഓർത്തു നോക്കിയാൽ ഭയപ്പെട്ടു പോകുന്ന ആ വഴിത്താരകൾ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ കിടക്കുകയാണ്. എന്നാൽ അതിൻ്റെ നടുവിലൂടെ ഇവിടെ വരെ നടത്തിയ ദൈവത്തിന് ഈ സമയത്ത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഭയപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ നീ കടന്നു പോയപ്പോൾ അതിലൊന്നും നീ തകർന്നു പോകാതിരുന്നത് എൻ്റെ കരുണയാണെങ്കിൽ മേലാലും നിങ്ങളെ നടത്തുവാൻ ഞാൻ വിശ്വസ്തനാണെന്നുള്ള ഒരു ദൈവശബ്ദമാണ് നമ്മോട് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഭയപ്പെട്ടു പോകുന്നവരായിട്ടല്ല, ഞെട്ടിപ്പോകുന്നവരായിട്ടല്ല, വിറയ്ക്കുന്നവരായിട്ടല്ല, അത്യുന്നതൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിലനിൽക്കുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഭയപ്പെട്ട് കടന്നു പോകുകയല്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ധൈര്യത്തോടെ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.